റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തിവെക്കുമെന്നുള്ള താല്പര്യം അഭിപ്രായം അമേരിക്ക പങ്കുവച്ചിരുന്നു. എന്നാൽ അത് ഇന്ത്യ റഷ്യ ബന്ധത്തെ ബാധിക്കുമോ എന്ന ആശങ്ക കാര്യമായിട്ട് ഉയരുന്നുണ്ട്. റഷ്യയെ നമ്മൾ കൂടെ നിർത്തുമ്പോൾ ഇന്ത്യയെ അമേരിക്കയെ കൂടെ നിർത്തുമ്പോൾ റഷ്യ പിണങ്ങിപ്പോയാൽ നമ്മുടെ വിദേശ നയം തന്നെ പ്രശ്നത്തിലാകും. പി ജെയിംസ് തത്സമയം ചേരുന്നു. പി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ്കെ. പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ പി എവിടെ എന്ന് പറഞ്ഞ് അന്വേഷിച്ചു. ഞാൻ പി അവിടെ ഉണ്ട് എന്ന് പറയുകയാണ്. ഒന്ന് പനി അടിച്ചുപോയി. അതൊരു രൂക്ഷമായ ഒരു വൈറൽ ഫീവർ ആയി പോയി. പനി കടത്തോ? പനി അല്പം കുറഞ്ഞു, പക്ഷേ നല്ല ചുമയുണ്ട്. പി പോലെ ഒരു കരുത്തൻ എന്ത് പനി വരാൻ? അല്ല പിന്നെ ശരീരം മനസ്സിനോടൊപ്പം എത്തണ്ടേ എസ്കെ? ഓടിയെത്തണം. മനസ്സ് മുന്നേ പായും. മനസ്സൊരു മാന്ത്രിക കുതിരയായി പായുന്നു മനുഷ്യൻ കാണാത്ത വീതികളിൽ എന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പൊ ഇനി വാർത്തയില്ല. എന്തായാലും എസ്കെ, ഈ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഈ വ്യാപാര കരാർ ഒരുപക്ഷെ റഷ്യൻ ബന്ധത്തെ ബാധിക്കുമോ എന്ന ആശങ്കയാണ് ഇന്ത്യയിലും അതുപോലെ തന്നെ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങളിലൊക്കെ ഉയർന്നു വരുന്നത്. റഷ്യ ഇതിനെക്കുറിച്ച് മൗനം പാലിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ പ്രതിരോധ സ്ട്രാറ്റജി തന്നെ റഷ്യയെ ചുറ്റിപ്പറ്റിയാണ് വളരെ കാലങ്ങളായിട്ട്. നേരത്തെ ആണെങ്കിൽ സോവിയറ്റ് യൂണിയൻ. അപ്പോൾ നമുക്ക് ഏതാണ്ട് 60%-ത്തിലേറെ, നേരത്തെ 80% ആയുധങ്ങളും യുദ്ധവിമാനങ്ങളൊക്കെ റഷ്യയിൽ നിന്നായിരുന്നു. MiG-21 മുതൽ 1971 യുദ്ധത്തിലൊക്കെ ഇന്ത്യയെ വിജയിപ്പിച്ച ആ സ്ട്രാറ്റജിയൊക്കെ റഷ്യയിൽ നിന്നും സോവിയറ്റ് യൂണിയനിൽ നിന്നുമായിരുന്നു. പക്ഷെ അതെന്തായാലും ഇപ്പോൾ അത് ബാധിക്കുമോ എന്നുള്ള തരത്തിലേക്ക്. കാരണം റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തുന്നു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇന്ത്യ അതേക്കുറിച്ച് വലിയ കാര്യമായിട്ട് പ്രതികരിച്ചിട്ടില്ല. പക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ളവർ അത് അതിശക്തമായി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ മറിച്ച് പറഞ്ഞിട്ടുമില്ല. വെനിൻസുവേലയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുകയും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ഇനിയും ഇന്ത്യക്ക് S-400 മിസൈൽ സംവിധാനങ്ങൾ ലഭിക്കാനുണ്ട്. അതുപോലെ തന്നെ MiG-29 മുതൽ സുഖോയ് 35 അടക്കമുള്ള ഒരുപാട് യുദ്ധവിമാനങ്ങൾ ലഭിക്കാനുണ്ട്. ഇതൊക്കെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ പാകിസ്ഥാനും ബംഗ്ലാദേശും മറ്റ് അയൽ രാജ്യങ്ങളും ചൈനയൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളുടെ നടുവിൽ ഇത് വളരെ തന്ത്രപ്രധാനമാണ്. റഷ്യയായിട്ടുള്ള ബന്ധം നമുക്ക് കളയാൻ സാധിക്കില്ല. ചൈന ഇന്ത്യയെ ആക്രമിക്കാനിരിക്കുമ്പോൾ അതിന് ഇടയിൽ സാൻഡ്വിച്ചായിട്ട് നിന്നുകൊണ്ട് പ്രശ്നങ്ങൾ തീർക്കുന്നത് റഷ്യയാണ്. അതുകൊണ്ട് അമേരിക്കയുടെ വ്യാപാര താല്പര്യങ്ങൾക്ക് വേണ്ടി റഷ്യയെ ബലി കൊടുക്കണമോ എന്നുള്ള ചോദ്യം ഇന്ത്യയുടെ നയതന്ത്ര രംഗത്ത് അതിശക്തമായിട്ട് ഉയരുന്നുണ്ട്. അതുമാത്രമല്ല, അമേരിക്ക ഈ കരാറിന്റെ കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അതിനെ ചൊല്ലി വലിയ ആശങ്കകളുണ്ട്. ഇന്ത്യൻ കാർഷിക മേഖല അമേരിക്കൻ കർഷകർക്ക് തുറന്നു കൊടുക്കുന്ന തരത്തിൽ ഉണ്ടാവുമെന്നുള്ള ഭീതിയുണ്ട്. അതുകൊണ്ട് തന്നെ എന്തൊക്കെയായാലും അമേരിക്കയുമായിട്ടുള്ള കരാർ ആവശ്യമായിരുന്നു. പക്ഷെ അതിലെന്താണ് ഇന്ത്യക്ക് സംഭവിക്കാൻ പോകുന്നത്? 80% പേര് കാർഷിക വൃത്തി കൊണ്ട് ജീവിക്കുന്ന ഒരു രാജ്യത്ത് എങ്ങനെയായിരിക്കും ഇത് ബാധിക്കാൻ പോകുന്നത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുണ്ട്. അതിനിടയിൽ അറിയാം, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറാനിലെ പശ്ചിമേഷ്യയിൽ സംഘർഷം അതീവ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധം അതിശക്തമാണ്. അതിനിടയിലാണ് ഇറാന്റെ ഡ്രോൺ കടലിൽ വെടിവെച്ചിട്ടിരിക്കുന്നത്. അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റ് F-35 ആണ് വെടിവെച്ചിട്ടിരിക്കുന്നത്. സംഘർഷം കനത്തിൽക്കുകയാണ്. അതിനിടയിൽ ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്ത, ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ചർച്ചയാവാം എന്നുള്ളതാണ്. അപ്പോൾ ചർച്ചയ്ക്കിടയിലും സംഘർഷം കനത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു യുദ്ധത്തിലേക്കൊക്കെ പോയാൽ എണ്ണവില മാത്രമല്ല മുഴുവൻ രാജ്യങ്ങളുടെയും ക്രമം തന്നെ തെറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവും. ഇന്ത്യ ഇപ്പോൾ തന്നെ റഷ്യയുടെ കാര്യത്തിൽ എടുക്കുന്ന നിലപാട് ഇറാനും റഷ്യയും വടക്കൻ കൊറിയയും ചൈനയുമായിട്ടുള്ള വലിയൊരു അച്ചുതണ്ട് തന്നെയുണ്ട്. ഇറാനെ ഇന്ത്യക്ക് കളയാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ കൂടുതൽ കൈവിട്ടു പോകുമോ എന്നുള്ള തരത്തിലുള്ള ചിന്തകൾ ലോക രംഗത്ത്, അന്തർദേശീയ രംഗത്ത് മുഴുവൻ ഉയരുന്നുണ്ട്. താങ്ക് യു ബേബി ജെയിംസ്. ഇനി നമുക്ക് നാളെ കാണാം വിദേശ വാർത്തകളുമായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.